ഉത്തര കൊറിയയുടെ രഹസ്യ ലോകം ഒരു പൂർണ്ണ കഥ. ലോകത്തിലെ ഏറ്റവും രഹസ്യമായ രാജ്യം ലോക ഭൂപടത്തിൽ ഒരു ചെറിയ രാജ്യമാണ് നോർത്ത് കൊറിയ. പക്ഷേ ഈ രാജ്യത്തെക്കുറിച്ചുള്ള കഥകൾ അതിശയകരവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമാണ്. ലോകത്തെ പല രാജ്യങ്ങളും തുറന്ന സമൂഹങ്ങളാണ്. ജനങ്ങൾ സ്വതന്ത്രമായി സംസാരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഉത്തര കൊറിയയിൽ അവസ്ഥ വ്യത്യസ്തമാണ്. ഈ രാജ്യത്ത് ഇൻ്റർനെറ്റ് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പാടില്ല, വിദേശ സിനിമകൾ കാണാൻ പാടില്ല, സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ലോകം ഈ രാജ്യത്തെ രഹസ്യരാജ്യം എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ രാജ്യത്തിൻ്റെ കഥ മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം പോകേണ്ടത് നൂറുകണക്കിന് വർഷങ്ങൾ മുൻപുള്ള കൊറിയയിലേക്കാണ്. ഒരിക്കൽ ഒരേ ഒരു കൊറിയ. ഇന്നത്തെ പോലെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ആയിരുന്നില്ല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൊറിയയിൽ ഉപദ്വീപ് ഒരേ ഒരു രാജ്യമായിരുന്നു. അത് ഭരിച്ചിരുന്നത് ജോസിയോൺ ഡൈനാസ്റ്റി എന്ന രാജവംശമാണ്. ഈ രാജവംശം ഏകദേശം 500 വർഷം കൊറിയയെ ഭരിച്ചു. ഈ കാലത്ത് കൊറിയയിൽ സംസ്കാരം വളർന്നു, കൃഷിയും വ്യാപാരവും ശക്തമായി, കൊറിയൻ ഭാഷ വികസിച്ചു. എല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത്. ജപ്പാന്റെ അധിനിവേശം. 1910 കൊറിയയുടെ സ്വാതന്ത്ര്യം അവസാനിച്ചു. കൊറിയയെ അധീനമാക്കിയ രാജ്യം ജപ്പാനാണ്. ജപ്പാൻ കൊറിയയെ കോളനിയാക്കി മാറ്റി. ഈ കാലത്ത് കൊറിയൻ ജനങ്ങൾ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ചു. പലരെയും ബലമായി ജോലി ചെയ്യിപ്പിച്ചു. കൊറിയൻ ഭാഷ നിരോധിക്കാൻ ശ്രമിച്ചു. ജപ്പാൻ സംസ്കാരം നിർബന്ധിച്ചു. ഈ അധിനിവേശം 35 വർഷം നീണ്ടുനിന്നു. കൊറിയയിൽ ജനങ്ങൾ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടിരുന്നു. ലോകയുദ്ധം കൊണ്ടുവന്ന സ്വാതന്ത്ര്യം. 1945 വലിയ സംഭവമുണ്ടായി. ലോകം മുഴുവൻ കുലുക്കിയ വേൾഡ് വാർ 2 അവസാനിച്ചു. ജപ്പാൻ തോറ്റു. അതോടെ കൊറിയ സ്വതന്ത്രമായി. പക്ഷേ സ്വാതന്ത്ര്യത്തിന് പിന്നാലെ പുതിയ പ്രശ്നം തുടങ്ങി. ലോകത്തിലെ 2 ശക്തികൾ കൊറിയയെ നിയന്ത്രിക്കാൻ തുടങ്ങി. വടക്കു ഭാഗം കൈവശപ്പെടുത്തിയവർ സോവിയറ്റ് യൂണിയൻ, തെക്ക് ഭാഗം നിയന്ത്രിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇങ്ങനെ 38ാമത്തെ പാരലൽ എന്ന രേഖ കൊണ്ട് കൊറിയ 2ആയി പിരിഞ്ഞു. ഉത്തര കൊറിയയുടെ ജനനം. 1948 വടക്കുഭാഗത്ത് പുതിയ രാജ്യം രൂപപ്പെട്ടു. അത് തന്നെയാണ് നോർത്ത് കൊറിയ. ആ രാജ്യത്തിൻ്റെ ആദ്യ നേതാവായിരുന്നു കിം ഇൽ സോങ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടർന്നു. രാജ്യത്തെ മുഴുവൻ സർക്കാർ നിയന്ത്രണത്തിലാക്കി. സർക്കാരിൻ്റെ വിമർശനം ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. കൊറിയൻ യുദ്ധം. 1950 വലിയ യുദ്ധം തുടങ്ങി. ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കൊറിയൻ വാർ. ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചു. ഇത് ഉടൻ ലോകയുദ്ധം പോലുള്ള സംഘർഷമായി. ദക്ഷിണ കൊറിയയെ സഹായിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും മറ്റു രാജ്യങ്ങളും ചേർന്നാണ്. ചൈനയ്ക്കും ഉത്തര കൊറിയയെ സഹായിച്ചതിൽ ബന്ധമുണ്ട്. 3 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. 1953 യുദ്ധം നിർത്തി. പക്ഷേ സമാധാന കരാർ ഇന്നുവരെ ഒപ്പുവച്ചിട്ടില്ല. കിം കുടുംബത്തിന്റെ ഭരണകാലം. ഉത്തര കൊറിയയിൽ അധികാരം ഒരു കുടുംബത്തിന്റെ കയ്യിലാണ്. ആദ്യ നേതാവ് കിം ഇൽ സങ്. അദ്ദേഹത്തിന്റെ ശേഷം അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഇൽ. 2011 മുതൽ രാജ്യത്തെ ഭരിക്കുന്നത് കിം ജോങ് ഉൻ. അടച്ചുപൂട്ടിയ സമൂഹം. ഉത്തര കൊറിയയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം വളരെ നിയന്ത്രിതമാണ്. അവർക്കുള്ള നിയന്ത്രണങ്ങൾ: വിദേശ മദ്യങ്ങൾ കാണാൻ പാടില്ല, സർക്കാർ വിമർശനം അനുവദനീയമല്ല, രാജ്യത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. പല വിവരങ്ങളും ലോകത്തേക്ക് പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയെ ലോകത്തിലെ ഏറ്റവും അടച്ചുപൂട്ടിയ രാജ്യം എന്നാണ് പറയപ്പെടുന്നത്. ആണവായുധങ്ങളുടെ ശക്തി. ഇന്നത്തെ ലോകത്തിൽ ഉത്തര കൊറിയയെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു കാരണത്താലാണ്. അത് ആണവായുധങ്ങളാണ്. ഉത്തര കൊറിയ നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തി. ഇത് ലോക രാജ്യങ്ങളെ ആശങ്കയിലാക്കി, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റിനെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളെയും. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇന്നത്തെ ഉത്തര കൊറിയ. ഇന്ന് നോർത്ത് കൊറിയ ലോകത്തിലെ ഏറ്റവും രഹസ്യമായ രാജ്യങ്ങളിൽ ഒന്നായി തുടരുന്നു. വലിയ സൈന്യം, കടുത്ത നിയമങ്ങൾ, ആണവായുധങ്ങൾ, കുടുംബഭരണം, ഇവയെല്ലാം ചേർന്നാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രത്യേകത. പുറത്തുള്ള ലോകത്തിന് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാകാത്ത ഒരു രാജ്യമായി തുടരുകയാണ് ഇപ്പോഴും നോർത്ത് കൊറിയ.